കേരളത്തിലെ എല്ലാ ജനങ്ങളും കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ഇലക്ഷൻ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ആ ഇലക്ഷൻ കഴിഞ്ഞു. ഇനി റിസൾട്ട്. നീണ്ട 25 ദിവസത്തിന് ശേഷമാണ് റിസൾട്ട് പ്രഖ്യാപിക്കുക. എന്ത് പിണ്ണാക്കിലാണ് 25 ദിവസം? പ്രതിപക്ഷമാണെങ്കിൽ ചോദിക്കുന്നുമില്ല, അധികാരികളാണെങ്കിൽ മൊഴിയുന്നുമില്ല. പക്ഷെ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട്, ജനങ്ങൾക്ക് ഭയമുണ്ട്. ജനങ്ങളുടെ ഭയത്തിന് എന്താണ് കാരണം? ഈ വീഡിയോ കാണൂ. 2024 ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 17.19 ലക്ഷം വോട്ടർമാർ അസാധാരണമാം വിധം അർദ്ധരാത്രിയിൽ വോട്ടു ചെയ്തുവെന്നതാണ് വിവാദത്തിന്റെ അടിസ്ഥാനം. പോളിംഗ് ദിവസം വൈകുന്നേരം 5 മണിക്ക് 68.04% വോട്ടിംഗ് നില അർദ്ധരാത്രിയോടെ 76.50% പുതുക്കപ്പെട്ടു. പിന്നീട് 4 ദിവസത്തിന് ശേഷമാണ് 81.79% എന്ന അന്തിമ വോട്ടിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് അധികൃതർ പ്രഖ്യാപിച്ചത്. അധികൃതരുടെ ഈ തിരുത്തൽ പ്രഖ്യാപനങ്ങളിലെ ദുരൂഹതയിലേക്കാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പരകാല പ്രഭാകർ വിരൽ ചൂണ്ടുന്നത്. രാത്രി 8 മണിക്കും പുലർച്ചെ 2 മണിക്കുമിടയിൽ 52 ലക്ഷം പേരാണ് വോട്ട് ചെയ്തത്. അർദ്ധരാത്രി 12 മണിക്കും പുലർച്ചെ 2 മണിക്കുമിടയിൽ ഏകദേശം 17.19 ലക്ഷം വോട്ടുകൾ, അതായത് ആകെ വോട്ടിന്റെ 4.16% രേഖപ്പെടുത്തിയതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക്. 3500 ബൂത്തുകളിൽ രാവിലെ 2 മണിവരെ വോട്ടെടുപ്പ് തുടർന്നു. അതായത് അർദ്ധരാത്രിക്ക് ശേഷം ചില ബൂത്തുകളിൽ ഓരോ 6 സെക്കൻഡിലും ഓരോ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ നിരത്തി സാമ്പത്തിക വിദഗ്ധൻ പരകാല പ്രഭാകർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു വോട്ട് ചെയ്താൽ EVM-ൽ അടുത്ത വോട്ട് രേഖപ്പെടുത്താൻ 14 സെക്കൻഡ് സമയമെടുക്കും. പിന്നെങ്ങനെ 6 സെക്കൻഡ് കൊണ്ട് വോട്ട് രേഖപ്പെടുത്താനാകും? ഒരു വോട്ടർക്ക് ഇത്രയും സമയത്തിനുള്ളിൽ ബൂത്തിൽ കയറി നടപടി പൂർത്തീകരിച്ച് വോട്ട് ചെയ്ത് മടങ്ങാനാകുമോ? അദ്ദേഹം ചോദിക്കുന്നു. ഔദ്യോഗിക കണക്ക് പ്രകാരം രാത്രി 11:45 പുലർച്ചെ 2 ശരാശരി 20 സെക്കൻഡിൽ ഒരു വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രായോഗികതയിലേക്കും വിരൽ ചൂണ്ടുകയാണ് പരകാല പ്രഭാകർ. ഓരോ ബൂത്തിലും പോൾ ചെയ്ത വോട്ടുകളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഫോം 17C എന്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയില്ല എന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ചോദിച്ചു. വോട്ടർ പട്ടികകൾ മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതിൽ ദുരൂഹതയുണ്ട്. സ്വതന്ത്ര പരിശോധനയെ ഇത് ദുഷ്കരമാക്കും. വിശ്വാസ്യത ഉറപ്പാക്കാൻ VVPAT സ്ലിപ്പുകൾ എണ്ണുന്നത് നിർബന്ധമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കണ്ടില്ലേ, 2024 ആന്ധ്രാപ്രദേശിൽ നടന്ന ഇലക്ഷനാണ്. ഇതിൽ ലക്ഷങ്ങളുടെ വോട്ടാണ് തിരിമറി നടന്നിരിക്കുന്നത്, അതും BJP-യിലേക്ക്. ഇതൊക്കെ ചോദിക്കാൻ പ്രതിപക്ഷത്തിന് നാവില്ല, പക്ഷേ ജനങ്ങൾക്ക് അധികാരവുമില്ല. അധികാരമുള്ള പ്രതിപക്ഷങ്ങൾ മൗനമായിട്ടിരിക്കുകയാണ്. ഗുജറാത്ത് കലാപത്തിന് ഇങ്ങനെ മൗനമായിരുന്നതിൻ്റെ പ്രതിഫലമാണ് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത്. അല്ലയോ പ്രതിപക്ഷമേ, നിങ്ങളെ വിശ്വസിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് നിങ്ങളുടെ പിന്നിലുള്ളത്. നിങ്ങൾ ആ വായ തുറന്നൊന്ന് ചോദിക്കൂ, അല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കൂ. വോട്ട് ചെയ്ത ഈ പെട്ടികളെല്ലാം എങ്ങോട്ടാണ് പോകുന്നതെന്നും, ഈ പെട്ടികളിൽ ന്യായം ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ, ന്യായത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന പാർട്ടികൾ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ വോട്ടെല്ലാം സുരക്ഷിതമാണോ എന്ന് പ്രതിപക്ഷമേ നിങ്ങൾ പരിശോധിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം, നിങ്ങളുടെ കയ്യിൽ പണമുണ്ട്, പക്ഷേ സാധാരണപ്പെട്ട ജനങ്ങളുടെ കാര്യം കഷ്ടമാണ്. BJP-യോട് പ്രതിപക്ഷങ്ങൾക്കുള്ള തണുത്ത പ്രതികരണം ജനങ്ങളിൽ വൻ ഭീതി പരത്തുന്നു.